2 ദിവസമായിട്ട് നമുക്ക് ചെറിയ മഴയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. രാത്രിയിലായിട്ടും പകലായിട്ടും ഒക്കെ ചെറിയ ചാറ്റൽ മഴയൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അനിയത്തി രാവിലത്തെ കാപ്പി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കലമൊക്കെ കഴുകി കലവും വെള്ളം കൂടെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്നിട്ട് ദേ ഇവിടെ ചീര കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ നട്ട് നനച്ച് നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഒരു പച്ചമുളകാണെങ്കിലും അതിൻ്റെ ഒരു സന്തോഷം വേറെയല്ലേ. അപ്പോൾ ദേ ഒരു പിടി ചീര കിട്ടി നമുക്ക് തോരൻ വെക്കാനായിട്ടുണ്ട്. ഞാൻ വന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും മുറ്റം തൂത്തിട്ട് അകത്തോട്ട് കയറുന്നുള്ളൂ. മഴയൊക്കെ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് പാകത്തിന് നമുക്ക് മുറ്റം അടിക്കാൻ കേട്ടോ. അധികം പൊടിയൊന്നും പറക്കത്തില്ല. രാത്രി പെയ്ത മഴയിൽ ചെറിയ കാറ്റുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. രാവിലെ എണീറ്റ് നോക്കി മുറ്റം നിറയെ മാവിൻ്റെ ഇലകളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കിളികളൊക്കെ കൊത്തിയിട്ട് കുറേ മാങ്ങയുടെ വേസ്റ്റും കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ പറക്കി മാറ്റി തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് ഞാൻ അവിടെ മുളക് നെല്ലിക്കയുടെ തൈ ഉമ്മിച്ച് അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അത് തറയിൽ പടർന്ന് കിടക്കായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പിടിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മണ്ണൊക്കെ ഇളക്കി ഇട്ട് കൊടുക്കാവേ. പിന്നെ എന്തൊക്കെയും വളം ചെയ്തെങ്കിൽ അതിന് മുന്നോട്ട് വളരുമെന്ന് തോന്നുന്നുണ്ട്. കുറേ നാളുകൊണ്ട് അതുപോലെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അത് അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. പാത്തൂന് മദ്രസയിൽ നിന്ന് കായികയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ എനിക്ക് സ്വൈര്യം തരുന്നില്ല കേട്ടോ ആള് പൊതി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കയറി വന്നിട്ട് അതിന് പൊതിയൊക്കെ ഇട്ടങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഉച്ചക്കലത്തേക്ക് കറികളൊക്കെ ഉണ്ടാക്കണമല്ലോ. മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, കുളയിലെയാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാനിന്ന് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് തേങ്ങ അരച്ച് വെക്കത്തില്ലേ, അതുപോലെ ചെയ്തെടുക്കുന്നതാണ്. ഒരു എളുപ്പപ്പണിയാണ് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാതെ വെക്കുന്ന ഒരു കറി. അങ്ങനെ കറിയൊക്കെ അവിടെ അനിയത്തിക്ക് സെറ്റാക്കി കൊടുത്തു. അവൾ തീയൊക്കെ പിടിപ്പിച്ച് അടുപ്പിലോട്ടങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മീനൊക്കെ വറുക്കാൻ മസാലയൊക്കെ തേച്ച് പൊരിക്കാനിട്ടു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ചീര ഉണ്ടല്ലോ, അതും ചക്കക്കുരും കൂടി ഇട്ടിട്ട് തോരനും കൂടി അങ്ങ് റെഡി ആക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചയൂണ് അവിടെ സെറ്റായിട്ടുണ്ട്. അതിനോട് ചേർന്ന് കുറച്ച് മുള നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിരിടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വേരിറങ്ങിയിട്ട് ഇപ്പോൾ അനിയത്തി പോയി അതൊക്കെ വെട്ടിക്കളയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് എൻ്റെ മോളും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കേൾക്കേണ്ട സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ.